എങ്ങനെ പഠിച്ച കാര്യങ്ങളൊക്കെ മറക്കാതിരിക്കാം, എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും, ഇതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നത്, എന്തുകൊണ്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കാത്തത് എന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വെൽ, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നതിൻ്റെ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന 2 കാരണങ്ങളാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാറ് മോട്ടിവേഷണൽ, സെൽഫ് ഡെവലപ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊന്നും മിസ്സാവാതെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നത്? ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോൾ ഒരു തിയേറ്ററിൽ പോയിട്ട് നല്ലൊരു അടിപൊളി സിനിമ കാണുകയാണ്. ആ സിനിമ പിന്നീട് നിങ്ങൾ മറന്നു പോകുമോ? ഇല്ല. നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ടൂർ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വിഷ്വൽസ്, ആ ഒരു എക്സ്പീരിയൻസ്, അതൊക്കെ നിങ്ങൾ മറന്നു പോകുമോ? തീർച്ചയായിട്ടുമില്ല. അല്ലെങ്കിൽ ഒരു സിനിമ നടൻ, മമ്മൂട്ടിയോ മോഹൻലാലോ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നടൻ, അദ്ദേഹത്തെ കാണാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അദ്ദേഹവുമായിട്ട് നിങ്ങൾ ഒരു സെൽഫി എടുക്കുകയും ചെയ്തു. ആ എക്സ്പീരിയൻസ് അത് നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ചത്താൽ മറക്കില്ല, അല്ലേ? സോ ആ ഒരു ഓർമ്മശക്തി, ആ ഒരു ബ്രെയിൻ പവർ നമ്മളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിലും കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പോയി നമ്മുടെ ഓർമ്മയിൽ നിന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? വോ, സൂപ്പർ. സോ വാട്ട് ഇസ് ദ പോയിന്റ് ഹിയർ? എന്താണ് ഇവിടുത്തെ കീ പോയിന്റ്? ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ്, താല്പര്യം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം താല്പര്യത്തോടു കൂടി, വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കാലം നമ്മുടെ ബ്രെയിനിൽ സൂക്ഷിക്കും. നമുക്ക് അത് എപ്പോൾ വേണമെങ്കിലും ഓർമ്മയുണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീരെ ഇഷ്ടമില്ലാതെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീരെ ഓർക്കുകയേ ഇല്ല. ശരിയല്ലേ? ഇപ്പോഴത്തെ കാലത്തും ഒരുപാട് സ്റ്റുഡൻസിന് പറ്റുന്നതും ഈ ഒരു പ്രശ്നം തന്നെയാണ്. അവരുടെ പേരൻസ് ഇരുന്ന് പഠിക്ക് എന്ന് പറഞ്ഞ് അവരെ പഠിക്കാനായിട്ട് വളരെയധികം ഫോഴ്സ് ചെയ്യും. ആ ഒരു പ്രഷർ കാരണം അവർ കുറേ നേരം ഇരുന്ന് വായിക്കുകയും ചെയ്യും, മണിക്കൂറുകളോളം വായിക്കും. പക്ഷേ ഒന്നും അവരുടെ തലയിൽ കയറാൻ പോകുന്നില്ല. കാരണം എന്താ? അവർക്കിത് ഇഷ്ടമില്ല, തീരെ താല്പര്യവുമില്ല. സോ നിങ്ങളുടെ അടുത്ത ചോദ്യം എന്തായിരിക്കും? എങ്ങനെയാണ് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നത്? എങ്ങനെയാണ് ഇഷ്ടത്തോടു കൂടി പഠിക്കാൻ സാധിക്കുക എന്നത്? സോ ഇതിനുള്ളൊരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നല്ലൊരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ലൈഫിൽ എന്തായി തീരണം, ഞാൻ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ ലൈഫിൽ എന്താകണം എന്നുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക. പിന്നീട് ഓരോ തവണ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോഴും ആ ഒരു ഗോൾ, ഒരു ലക്ഷ്യം നിങ്ങൾ മൈൻഡിൽ ഉണ്ടായിരിക്കും. ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഉള്ള ഒരു ഫ്യൂവൽ, ഒരു എനർജി, എക്സ്ട്രാ കുറച്ച് എനർജി ഫീൽ ചെയ്യുകയും ചെയ്യും. സോ അത്തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റ് ആയി, വളരെ താല്പര്യത്തോടു കൂടി പഠിക്കുകയാണെങ്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് വിഷ്വൽസ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാകും ഇതൊക്കെ ഒരുപാട് വിഷ്വൽസ് ഇൻക്ലൂഡഡ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ രാത്രി തിയേറ്ററിൽ പോയിട്ട് ഒരു പ്രേത സിനിമ കാണുകയാണ്, ഒരു ഹൊറർ ഫിലിം. അപ്പോൾ അന്ന് ദിവസം രാത്രി ഉറങ്ങാൻ നിൽക്കുമ്പോൾ ആ പ്രേതത്തിന്റെ വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് മൈൻഡിലേക്ക് ഇങ്ങനെ വരും. ശരിയല്ലേ? ബ്രെയിനിലുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. സോ ആ ഒരു സ്ട്രാറ്റജി, ആ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് പഠിത്തത്തിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ അതിൽ പുരാതനമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പല യുദ്ധങ്ങളായിക്കോട്ടെ, സമരങ്ങളായിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾ ഒരു ചെറിയ ഷോർട്ട് ഫിലിം, ഒരു സിനിമ എന്ന രീതിയിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്താൽ മതി. അത്തരത്തിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യം നിങ്ങൾക്ക് ഓർത്തു വെക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം തന്നെ സയന്റിഫിക്കലി പ്രൂവുമാണ്. സോ ഈ 2 കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് ആൻഡ് വിഷ്വൽസ് പഠിക്കുന്ന സമയത്ത് ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പഠിച്ച കാര്യങ്ങൾ കുറേ നേരം ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. പഠിത്തത്തിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തുടർന്നുള്ള വീഡിയോക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.